പ്രിയമുള്ളവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. എല്ലാവരും ഭക്തിയോടെ ഈ പ്രഭാതത്തിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ പ്രസാദമായി ഏറ്റുമേടിക്കേണ്ട സമയമാണ്. കർത്താവ്, ഈ പ്രഭാതത്തിൽ നിൻ്റെ പ്രസാദമായി ഞങ്ങൾ ഈ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. കർത്താവ്, ഇങ്ങനെ ഒരു മുഹൂർത്തവും ഇങ്ങനെ ഒരു അങ്ങയെ ഞങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം സംരംഭമാക്കുന്ന ഈ സംരംഭത്തിന് നന്ദി പറയുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയെ സ്ഥിരമായി മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. കർത്താവ്, ഒരിക്കലും ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകാനോ അത് കൂടാതെ പോകുന്ന രീതിയിൽ ആധ്യാത്മികമായി ഒരു പിന്തുടർച്ചയില്ലാതെ വരാനോ നീ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേക സങ്കടങ്ങളിൽ ഇരിക്കുന്നവരെയാണ് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത്. മരണമോ വിയോഗമോ കാണാതായ അവസ്ഥകളോ ഉള്ളത് മൂലം വ്യക്തികളോ വസ്തുക്കളോ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഭയവും നിരാശയും സങ്കടവും അനുഭവിക്കുന്നവരെ ഇപ്പം കർത്താവ് സ്പർശിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, ഈ നിമിഷം മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥിക്കും. കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട്, സ്നേഹത്തോടെ സുവിശേഷ വില ചെയ്ത് ഉടമ്പടി ജീവിക്കുന്ന എല്ലാവരെയും ആ ഉടമ്പടി എടുക്കുന്നതിനോട് ആഗ്രഹിക്കുകയും ഒരു നാൾ കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുക്കാത്ത ആരെങ്കിലും ഇപ്പോഴും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെ നീ പ്രത്യേകമായിട്ട് കർത്താവെ പ്രത്യേക അഭിഷേകം നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശരീരം മുഴുവനും പലതരത്തിലുള്ള ചിരങ്ങുകളും ചൊറികളും ഒക്കെ വന്ന് വിഷമിക്കുകയും വെള്ളപ്പാണ്ടുകൾ വരികയും പലതരത്തിലുള്ള തൊലിക്ക് അലർജി ഉണ്ടാകുകയും ചെയ്യുന്ന വ്യക്തികൾ കർത്താവെ കാണിച്ചു തരുന്നുണ്ട്. നീ അത് വിശുദ്ധമായ രക്തത്താൽ കർത്താവ് ദിവ്യലേപനമായ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കടകമ്പോളങ്ങൾ, വ്യാപാര വ്യവസായങ്ങൾ ഒക്കെ നടത്തുന്നവർ, അതിൻ്റെ ബിസിനസ്സിൽ കച്ചവടത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ കച്ചവടത്തിൽ കർത്താവ് വേണ്ടത്ര പണം വരാത്തവരോ അത് പണം കുടുങ്ങിപ്പോയവരോ അതിൻ്റെ ജപ്തി നടപടികളെയോ മറ്റു തരത്തിലുള്ള ബാങ്ക് നിലപാട് നടപടികളെയോ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദ്യാഭ്യാസ ലോണിന് വേണ്ടി എടുക്കുകയും അതുപോലെ വിദ്യാഭ്യാസ ലോണിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം പിന്നെ ജോലി നഷ്ടപ്പെടുകയും അത് ലോൺ അടക്കാൻ പറ്റാതെ വരികയും ചെയ്തിട്ടുള്ള മക്കളുണ്ട് ഈശോയെ. പെര കിട്ടുവാനോ റിപ്പയർ ചെയ്യാനോ കഴിയാത്ത ആൾക്കാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ ആ വീട്ടിലേക്കുള്ള വഴി ഇല്ലാത്തവരുണ്ട് ഈശോയെ. വെള്ളമില്ലാത്തവരും അതുപോലെ തന്നെ പലതരത്തിലുള്ള അയൽവാസികളുമായിട്ട് പല സങ്കടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ. വസ്തു വിൽക്കാൻ പറ്റാത്തവർ, വസ്തു ഭാഗവടപ്പെട്ട് ചെയ്യാൻ പറ്റാത്തവർ, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയോട് ജീവിക്കാതെ മാറി താമസിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്തവർ, അതിൻ്റെ പേരിൽ എപ്പോഴും കുടുംബത്തിൽ കലഹവും ഭിന്നതയും കർത്താവ് 2 വെപ്പുകളും 3 വെപ്പുകളുള്ള പാവപ്പെട്ടവരുടെ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ എല്ലാം കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് കർത്താവ് പ്രത്യേക അടയാളം നൽകി അവർ സന്ധിക്കണ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു. മക്കളോർത്ത് വിലപിക്കുന്നവർ, പ്രായമായ മക്കൾ, അതുപോലെ തന്നെ പഠിക്കുന്ന മക്കൾ, കുഞ്ഞുങ്ങളായ മക്കൾ, അവരോരോ മക്കൾക്കും ഓരോ തരത്തിൽ അവരെ കൊണ്ട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മുടികൾ കൊഴിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മുതിർന്നവർക്ക് വരെ ഉണ്ട് കർത്താവ്. അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അഴുകി വരുന്നവരും മുഴ വരുന്നവരും ചിരങ്ങ് വരുന്നവരും അനേകം മക്കളുണ്ട്. അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കുർബാനയ്ക്ക് മാസങ്ങളായി ദിവസങ്ങളായി പോകാതിരിക്കുന്നവരും പോകാൻ അവസരം ഉണ്ടായിട്ടും മടിഞ്ഞ് മനസ്സ് മരവിച്ച് ആധ്യാത്മിക തണുപ്പിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ചൂട് നൽകി പരിശുദ്ധാത്മാവിനെ കൃപ നൽകി അമ്മയുടെ മാധ്യസ്ഥത്തിൽ അവരെ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബങ്ങളിൽ കർത്താവെ സമാധാനം നഷ്ടപ്പെട്ടവർ പോയവർ, അതുപോലെ തന്നെ കുടുംബത്തിൽ പരസ്പരമുള്ള ചണ്ടകൾ, പരസ്പര ഭിന്നിപ്പുകൾ, തെറ്റായ പ്രണയബന്ധങ്ങളിലും അതിൻ്റെ പേരിൽ അപ്പനും അമ്മയും 2 ചേരികളായി മാറുകയും മക്കൾ ഓരോ ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും അങ്ങനെ കുടുംബങ്ങളിലേക്ക് നിശബ്ദമായ ആത്മപ്രബോധമായി കഴിയുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവ് സാത്താനെ അവിടുന്ന് ആട്ടി അകറ്റുന്നതിന് വേണ്ടി യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണം, എവിടെ പോകണം, ആരെ സ്പർശിച്ച് ആരെ അവലംബിക്കണം, ഏത് വഴിക്ക് തിരിഞ്ഞു പോകണം, എവിടെയെങ്കിലും പോയി ഒടുങ്ങിയാലും കുഴപ്പമില്ല, ഇവിടെ കിടന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പ്രാഗി, കുടുംബത്തെ പ്രാഗി, മറ്റുള്ളവരെ പ്രാഗി ഭാരപ്പെടുന്ന എല്ലാ വ്യക്തികളുടെ കർത്താവിൻ്റെ രക്തം പതിക്കട്ടെ. അവരെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ പശ്ചാത്താപത്തെ ദൈവത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ നിറയാനുള്ള അടയാളങ്ങൾ ലഭിച്ചുകൊണ്ട് ആ കുടുംബത്തെ ശക്തിപ്പെടുത്തേണ്ട കർത്താവ് ഇന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.